1.5 മാസം, 2.5 മാസം, 3.5 മാസം, 4.5 മാസം. ഒന്ന് ആലോചിച്ചോട്ടെ, ഒരു അയ്യപ്പ സംഗമം നടന്നതിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ 4.5 മാസമായിട്ടും പറ്റിയില്ല എന്ന് വെച്ചാൽ ഇവരുടെ കള്ളത്തിൽ എത്രമാത്രമാണ്? ഇവരിപ്പോ 6 കോടി 7 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 6 കോടി 7 കോടിയിൽ ഒരു 75% പലരുടെയും പോക്കറ്റ് പോയി. ഇതിങ്ങനെ തമാശ പറഞ്ഞ കാര്യമില്ല കേട്ടോ. ആരൊക്കെയാണോ അയ്യപ്പന്റെ സ്വത്ത് കട്ടത്, ആരൊക്കെയാണോ അയ്യപ്പന്റെ പണം കട്ടത്? അയ്യപ്പന്റെ പണം എന്ന് പറഞ്ഞാൽ ആരുടെ പണമാണ്? ഭക്തന്മാരുടെ പണം. തൈക്കണ്ടി തറവാട്ടിൽ നിന്ന് എടുത്ത പണമല്ല, മരുമോന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല, വാസവന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല, പ്രശാന്തിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല. ഇവിടുത്തെ ഭക്തന്മാർ അല്ലേ, സ്വന്തം മക്കൾക്ക്, വിശന്ന് കരയുന്ന മക്കൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും വാങ്ങാതെ ആ പണമൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഭഗവാൻ അർപ്പിക്കുന്ന എന്താ പറയാ ഭക്തന്മാരല്ലേ, അവര് കൊടുക്കുന്ന നേർച്ചപ്പണം. ആ പണമാണ് ഉളുപ്പില്ലാതെ കൈയിട്ട് വാരി നക്കിയത്. എന്നിട്ട് ഞെളിഞ്ഞിരുന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ബോർഡ് പ്രസിഡന്റ് പറയുന്നു അതൊക്കെ ഉദ്യോഗസ്ഥന്മാര്. ഈ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ചപ്പോഴും ഇവർ ആദ്യം പറഞ്ഞതേ ഞങ്ങൾക്കറിയില്ല, അതൊക്കെ ഉദ്യോഗസ്ഥന്മാര്. പക്ഷെ ഉള്ളിൽ കിടക്കുന്നത് ആര്? പത്മകുമാർ അല്ലേ, വാസു പക്ഷെ പുറത്തിറങ്ങി. ജീവിത പത്മകുമാറും പുറത്തിറങ്ങും എന്ന് പറഞ്ഞ കള്ളന്മാരെ, കൊള്ളക്കാരെ, ഗുണ്ടകളെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സർക്കാർ. ജയിലിലെത്തിപ്പെട്ടാൽ പരമസുഖം. ഏറ്റവും കൂടുതൽ വേതനം ആശാവർക്കർമാർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി തുക, ഇവിടുത്തെ MBBS ഡോക്ടർമാർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ, എഞ്ചിനീയർമാർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അതിനേക്കാൾ കൂടിയ തുക. നിങ്ങൾ ജയിലിൽ പോയാൽ, ഒരാളെ കൊന്നുപോയാൽ നിങ്ങൾക്ക് അവിടെയും ശമ്പളം. പിണറായി വിജയന്റെ എന്താ പറയാ അനുഗ്രഹമാണ്. എവിടെ കൊള്ളക്കാരുണ്ടോ, എവിടെ അഴിമതിക്കാരുണ്ടോ, എവിടെ കൊലപാതകികളുണ്ടോ ഞങ്ങൾ സംരക്ഷിക്കും. കുഞ്ഞനന്തേട്ടാ എന്നും വിളിച്ച് ശൈലജ ടീച്ചറുടെ ഒരു കരച്ചിലുണ്ടല്ലോ. TP ചന്ദ്രശേഖരൻ 51 വെട്ടിക്കൊട്ടി കൊന്നിട്ട് കോടതി ജീവപര്യന്തം ശിക്ഷിച്ച കുഞ്ഞനന്തേട്ടാ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്ന സഖാക്കന്മാരും സഖാത്തികളും എങ്ങനെ നന്നാവാനാണ്? ഒറ്റ സമാധാനം. 2.5 മാസം, 3 മാസം, ഏറിയാൽ 3 മാസം. അത് കഴിഞ്ഞാൽ തീരുന്നു നിങ്ങളുടെ കൊള്ളയട്ടോ. അത്രയുള്ളൂ. എന്നും എല്ലാ കാലത്തും ഇങ്ങനെ കൊള്ളയടിച്ച് നശിപ്പിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങൾ അവരുടെ ചൂണ്ടുവിരൽ ഉയർത്തും. അതോടെ കടക്ക് പുറത്ത് മാറി നിൽക്ക്. ഏറ്റവും അവസാനം കാരണഭൂതം പറഞ്ഞ അങ്ങനെയായിരുന്നല്ലോ, മാറി നിൽക്ക്. ആരോട്? ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഖാത്തി പെൺകുട്ടി വന്നതാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം അല്ലേ, ആതിര എന്ന് പേരായ ഒരു പുതുമുറക്കാരി. പിണറായിയോടുള്ള ആരാധന കൊണ്ട് സഖാവിനോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ മാറി നിൽക്ക് എന്നായിരുന്നു കണ്ണുരുട്ടി പറഞ്ഞത്. അവസാനം ആ പെൺകുട്ടിയോട് പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ എന്തോ നിവേദനം കൊടുക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ മതി. കാരണം കാരണഭൂതത്തെ നമുക്ക് 3ാം തവണയും അവതരിപ്പിക്കേണ്ടതാണ്. കാരണഭൂതം അങ്ങനെ മാറി നിൽക്കുക എന്നൊന്നും പറഞ്ഞത് പബ്ലിക് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ എന്തോ നിവേദനം കൊടുക്കാൻ വേണ്ടി പോയതാണ്. നിവേദനം കൊടുക്കാൻ എങ്ങനെയാണോ പോവുക? ഈ ഫോണും കാട്ടിയിട്ടാണോ നിവേദനം കൊടുക്കാൻ പോകല്? പാവം പെൺകുട്ടിയെ പറഞ്ഞു പേടിപ്പിച്ചു, കണ്ണുരുട്ടി പേടിപ്പിച്ചു. അങ്ങനെയാണല്ലോ ഇവര് ആൾക്കാരെ പേടിപ്പിച്ച് ഒരു പേടിയും ചെലവാകില്ല. അന്തംകമ്പികളെ, നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു കേട്ടോ. കാലം കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു വിജയ ഈ മാമാങ്കം? പിണറായി വിജയ പറയടോ, അല്ലെങ്കിൽ അപ്പൻ ഗോവിന്ദ താൻ പറയടോ, അല്ലെങ്കിൽ വാസവൻ, പ്രശാന്ത് ഒക്കെ പറയട്ടെ, എന്തിനായിരുന്നു ഈ മാമാങ്കം? നിങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്താ നേടിയത്? അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്ത് മാറ്റമാണ് നിങ്ങൾ വരുത്താൻ വേണ്ടി പോയത്? എന്താണ് അതിന്റെ ആകത്തുക? അതിനുശേഷം വല്ല തീരുമാനം എത്തിയോ? എന്ത് തീരുമാനം അല്ലേ? നിങ്ങളുടെ ആകെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഈ ഹൈന്ദവ വിഭാഗത്തെ ഒന്ന് സോപ്പടിക്കണം അല്ലേ? ഹൈന്ദവ വിഭാഗത്തെ ഒന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് വെള്ളപ്പള്ളി നടേശനെയും കൂട്ടണം, മറ്റേ കട്ടപ്പ നായരെയും കൂട്ടണം. അങ്ങനെ നിങ്ങൾക്ക് 3ാം തവണയും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു അയ്യപ്പനെ കൊണ്ട് നിങ്ങൾ കളിച്ചതല്ലേ? പക്ഷേ അയ്യപ്പൻ നിങ്ങളുടെ ഒരു കളിക്കും കൂട്ടു നിൽക്കില്ല എന്ന് ഇതാ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തോന്നിവാസങ്ങളായിരുന്നു നിങ്ങൾ നടത്തിയത്? അയ്യപ്പ സംഗമം എനിക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയിലുള്ളത് ആ വലിയ ഹോർഡിങ്ങുകളാണ് അല്ലെ? നഗരത്തിലുടനീളം വലിയ ബോർഡുകൾ വെച്ചു. അയ്യപ്പൻ എപ്പോഴെങ്കിലും കറുത്ത അയ്യപ്പൻ ആരും കണ്ടിട്ടുണ്ടോ?
കറുപ്പ് ഒരു മോശം കളറായിട്ടൊന്നുമില്ല പറയുന്നത്. കാരണം ഹൈന്ദവ ദേവന്മാര് ദേവിമാര് കറുത്തവരാണ് ഒരുപാട് പേർ. ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പാണ് അല്ലേ? പക്ഷെ കറുത്ത അയ്യപ്പനെ കരിഞ്ചായം പൂശിയിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലേ? ശബരിമലയിലെ അയ്യപ്പൻ എന്താ പറയാ, തങ്കം പോലെ ജ്വലിക്കുന്ന സ്വർണവർണ്ണ വിഭൂഷിതനായ അയ്യപ്പനാണ്. ഈ വലിയ ഹോർഡിങ്ങുകൾ മുഴുവനും അയ്യപ്പനെ കറുത്ത ചായം പൂശിയിട്ട് വലിയ തല, കാരണഭൂതവും വാസവനും അല്ലേ? ഇപ്പൊ വാസവൻ പറയുന്നത് എന്താണെന്നറിയോ? ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, ഇത് ദേവസ്വം ബോർഡ് ഇത് സംഭവങ്ങൾ മുഴുവൻ എന്താ പറയാ, കൊള്ളയടിച്ച്. കഴിഞ്ഞ ദിവസം റജിമാൻ കുട്ടപ്പന്റെ ഒരു പോസ്റ്ററാണ് ഒന്നും റജിമാൻ കുട്ടപ്പൻ എഴുതിയതേ. പണ്ട് ലൈഫ് ബോയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെയുണ്ട് ആരോഗ്യം, ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെയുണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞ പോലെ CPM എവിടെയുണ്ടോ അവിടെയുണ്ട് അഴിമതി. അങ്ങനെ നമുക്കൊരു ടാഗ് കൊടുക്കാം കേട്ടോ. CPM എവിടെയുണ്ടോ അവിടെയുണ്ട് അഴിമതി. എവിടെ CPM-ന്റെ ഒരു എന്താ പറയാ, CPM-ന്റെ ഒരു അടയാളം എവിടെയുണ്ടോ ഉറപ്പിച്ചോ അവിടെ അഴിമതി ഉണ്ടാവും. ഇങ്ങനെ കാട്ടുകള്ളന്മാർ ലോകത്തൊരു സ്ഥലത്തുണ്ടാവില്ല കേട്ടോ. ഒരു അയ്യപ്പ ഒന്ന് ഈ ഹിന്ദുക്കളെ, ഹൈന്ദവ വിഭാഗത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അയ്യപ്പ സംഗമം നടത്തിയത്. ആയിക്കോട്ടെ, പറ്റിച്ചോട്ടെ എന്ന് വിചാരിക്കാം. ഈ പറ്റിക്കുന്നതിന്റെ ഇടയിൽ കൊള്ളാം, അതാ മനസ്സിലാവുന്നത്. പറ്റിക്കുന്നതിന്റെ ഇടയിൽ കൊള്ളാം. എന്തൊക്കെ ഇതിലേറ്റവും നമ്മുടെ കണ്ണു തള്ളിപ്പോകുക എന്താണെന്നറിയോ? കാരണഭൂതത്തിന് ഒരു ദിവസം അവിടെ തങ്ങാൻ, അതായത് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാരണഭൂതം 45 കാറുകളുടെ അകമ്പടിയോടെ പാറ്റൻ ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. പക്ഷെ പാറ്റൻ ടാങ്കിന് ആവശ്യപ്പെട്ടിരുന്നു, പാറ്റൻ ടാങ്ക് കിട്ടിയില്ല. നരേന്ദ്രമോദി അത് കൊടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. അല്ലെങ്കിൽ മൂപ്പര് പാറ്റൻ ടാങ്ക് സഹിതമായിരിക്കും പറഞ്ഞുകൊണ്ട് വരുന്നത്. 45 കാറുകളുടെ അകമ്പടിയോടെ കാരണഭൂത തമ്പുരാൻ ഇങ്ങനെ എഴുന്നള്ളി പമ്പയിലേക്ക് ഒരു ദിവസം അവിടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കാരണഭൂതത്തിന് 3.25 ലക്ഷം രൂപ, 1.25 ലക്ഷത്തിന്റെ കട്ടിൽ, 1.25 ലക്ഷത്തിന്റെ കട്ടിലും കിടക്കയും പരവതാനികൾ, സോഫാ സെറ്റുകൾ, ആകെ ഏതാണ്ട് 4 ലക്ഷം രൂപയുടെ ഈ പിണറായി തമ്പുരാന് പള്ളി ഉറങ്ങാൻ. അപ്പൊ ഇപ്പം പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെയൊന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ല എന്നാ പറയുന്നത്. സംഭവം എന്താണെന്നറിയോ? അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ, ആ പമ്പയിലെ ഗസ്റ്റ് ഹൗസിൽ അവിടെയാണ് പിണറായി തമ്പുരാൻ അന്ന് രാത്രി ഉറങ്ങിയത്. അപ്പൊ പിണറായി തമ്പുരാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. മൂപ്പര് പഴയ കിടക്കയിലൊന്നും കിടക്കില്ലല്ലോ, പഴയ കിടക്കയിലൊന്നും മൂപ്പര് കിടക്കില്ല. മൂപ്പർക്ക് പുത്തൻ കട്ടിൽ, പുത്തൻ കിടക്ക, പുത്തൻ തലയിണ, പുത്തൻ സോഫ. മൂപ്പരുടെ ആസനം ചേർക്കണമെങ്കിൽ പഴയ ഇതൊന്നും പറ്റില്ല. അവിടെ പുതിയ സോഫ, മൂപ്പരുടെ ആ പാദസ്പർശം ഇങ്ങനെ ഏൽക്കണമെങ്കിൽ പുതിയ പരവതാനി. ഇങ്ങനെയുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഏതാണ്ട് 4 ലക്ഷം രൂപ ചെലവാക്കിയത്. അപ്പൊ പറയുന്നേ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല, അത് ഗസ്റ്റ് ഹൗസിന്റെ നവീകരണം. ഗസ്റ്റ് ഹൗസ് സ്വാഭാവികമായും പരിപാലിക്കപ്പെടും. ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോ അന്ന് മുഖ്യമന്ത്രി വരുന്നതിന്റെ തലേന്ന് പുതിയ കട്ടിലും കിടക്കയും തലണയും സോഫ കമ്മിറ്റി കൊടുത്ത് പിന്നെ മുഖ്യമന്ത്രിക്ക് അല്ലാതെ പിന്നെ ആർക്കാടോ? ആണ് പറഞ്ഞൂടെ മുഖ്യമന്ത്രിക്ക് തന്നെ? എന്നിട്ട് പറയണേ മുഖ്യമന്ത്രിക്ക് അല്ലാതെ ഗസ്റ്റ് ഹൗസ്, അതെന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെയാണ് നിങ്ങൾ വാങ്ങിയത്. പക്ഷെ ആർക്ക് കിടക്കാൻ? കാരണഭൂതത്തിന് കിടക്കാൻ. കാർപ്പറ്റ് ആർക്ക്? കാല് വെക്കാൻ. കാരണഭൂതത്തിന്റെ പാദസ്പർശനത്തിന് സോഫ കമ്പറ്റ് എന്തിന്? കാരണഭൂതത്തിന് ഇങ്ങനെ ചാരിക്കിടക്കാൻ അല്ലേ? എന്നിട്ട് ഉൾപ്പില്ലാതെ പറയണേ അതൊന്നും കാരണഭൂതത്തിനല്ല വാങ്ങിയത്, അതൊക്കെ ഗസ്റ്റ് ഹൗസിലാണ്. ശരി, ഗസ്റ്റ് ഹൗസിൽ വേണം. അത് കഴിഞ്ഞിട്ട് 100-150 കട്ടിലും കിടക്കും വേറെ ഒന്നും കാണാനില്ല, ഒക്കെ പോയി. എവിടെ കൈയിട്ടാലും പുട്ടടി പാർട്ടി അല്ലേ? CPM എന്ന് പറഞ്ഞാൽ പുട്ടടി പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തൊക്കെ തോന്നിവാസങ്ങൾ. എന്നിട്ട് പറയുന്നത് ഭക്ഷണം 5000 പേർക്ക് ഉച്ചഭക്ഷണം, 4000 പേർക്ക് 3000 പേർക്ക് രാത്രി ഭക്ഷണം. ആകെ വന്നത് 620 ആൾക്കാർ. 620 ആൾക്കാരാണ് ആകെ വന്നത്. എന്നിട്ട് പറയുന്നത് കള്ളത്തരം. ഇത് വന്ന് തിന്നത് മുഴുവനും അവിടുത്തെ തീർത്ഥാടകർ വന്ന് തിന്നു, അവിടുത്തെ മറ്റേ പണിക്കാർ വന്ന് തിന്നു, അതിലെ പോയ ആൾക്കാർ വന്ന് തിന്നു. ഞങ്ങൾ മുഴുവൻ അന്നദാനം നടത്തി. അയ്യപ്പ സംഗമം നടത്തിയത് അന്നദാനം നടത്താനായിരുന്നു. അവിടുത്തെ ഡെലിഗേറ്റ്സുകൾക്കുള്ള, അവിടുത്തെ പ്രതിനിധികൾക്കുള്ള, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഭക്ഷണമല്ലേ നിങ്ങൾ ഒരുക്കിയത്? നിങ്ങൾ പറഞ്ഞത് 4200 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നല്ലേ പറഞ്ഞത്. അവസരം വന്നത് എത്ര? 600 ആൾക്കാർ വന്നിട്ട് 5000 ആൾക്കാരുടെ ഭക്ഷണത്തിന്റെ ചെലവ്. രാത്രി പിന്നെ എന്തിനാണ് അവിടെ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞ ആൾക്കാർ പോയില്ലേ? രാത്രി 3000 ആൾക്കാർക്ക് ഡിന്നർ. നന്ദഗോപൻ എന്താ പറയാ, ഒരു ഭജന സംഘത്തിന് 8 ലക്ഷം. അമ്മാതിരി ഒരു പരിപാടിയില്ല, അങ്ങനെ ആൾക്കാർ അറിയേയില്ല. പറയുന്നത് വേറെ ഏതൊരു പാർട്ടിക്ക്. ഇതൊക്കെ മുഴുവൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക്.
മുഖ്യമന്ത്രിയുടെ മോള് മാസപ്പടി വാങ്ങിയ കഥ നാട്ടിലാകെ പാട്ടാണല്ലോ. വേറെ മാസപ്പടി അതുകൂടാതെ നമ്മളാകെ കരിമണൽ കർത്തായുടെ കമ്പനിയിലെ മാസപ്പടി മാത്രമേ പിടിച്ചിട്ടുള്ളൂ. പിടിക്കപ്പെടാത്ത മാസപ്പടികൾ ഒരുപാടുണ്ട്. കേട്ടോ. ഒരു ഞാൻ എണ്ണി പറയുന്നില്ല. കാരണം ഇതൊക്കെ ഈ ഇന്ററിം എന്താ പറയാ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ വന്നതാണ്. ഈ 1.5 കോടി മറ്റേ മാസപ്പടി കൈപ്പറ്റിയത്. എന്നിട്ട് അത് വിശ്വസിക്കുന്നില്ല, അന്തകമ്മികൾ അത് വിശ്വസിക്കുന്നില്ല. ചൂണ്ടിക്കാട്ടിയതാണ് കുഴൽനാടനെ കോടതി ഓടിപ്പിച്ചു. കുഴൽനാടന്റെ കേസ് വേറെ, പക്ഷേ ഈ SFIOയിൽ കിടക്കുന്ന കേസ് വേറെ. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും ബുദ്ധിയില്ലാതാണ്. അന്തംഗമ്മികൾക്ക് ബുദ്ധിയില്ലാത്തതുപോലെ നാട്ടുകാർക്കാർക്കും ബുദ്ധിയില്ലാതാണ് ഇവരുടെ വിചാരം. ഏതായാലും ഞാൻ മലയാള മനോരമയിൽ വന്ന ഈ 8-ാം പുറത്ത് വന്ന ഒരു വാർത്തയാണ്. ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടയ്ക്കാൻ 2 കോടി, ഇനിയും തിരിച്ചടയ്ക്കാൻ 2 കോടിയുണ്ട് വാസവ. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ? നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചവർ ഒരു നിമിഷം പോലും നിയമസഭയിൽ ഇരിക്കാൻ ആൾക്കാരല്ല. നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യരാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ തൊടാൻ പറ്റില്ല. നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല, അയോഗ്യനാക്കാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കിയാൽ അതിനു മുമ്പേ അയോഗ്യനാക്കേണ്ടത് നിങ്ങളുടെ കാരണഭൂതത്തിന്റെ മരുമോനെ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ കാരണഭൂതത്തിന്റെ മരുമോൻ ചെയ്തതിന്റെ 1000-ൽ 1 പങ്ക് കുറ്റവും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല. അത് അറിയുന്നത് കൊണ്ടാണ് വെറുതെ പേടിപ്പിക്കാൻ. അയോഗ്യത ഇവിടെ അയോഗ്യനാക്കാൻ. അയോഗ്യനാക്കുകയാണെങ്കിൽ ആരെയൊക്കെ അയോഗ്യനാക്കണം? മുഹമ്മദ് റിയാസിനെ അയോഗ്യനാക്കണ്ടേ? ഗണേഷിനെ അയോഗ്യനാക്കണ്ടേ? എണ്ണി പറയുകയാണെങ്കിൽ ആരെയൊക്കെ? PK ശശിയെ, പിന്നെ എത്ര അപ്പോഴാണ് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം. ഏതായാലും അതിന്റെ അച്ചപ്പാടൊക്കെ അടങ്ങി. രാഹുൽ മാങ്കൂട്ടം വലിയ പെണ്ണുപിടിയൻ എന്നൊക്കെ പറയാൻ അവസാനം കോടതി എന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഒന്ന് അടങ്ങിയത്. ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു, മൂന്ന് പരാതിക്കാരെ ഇറക്കി. ഇനി ഇതാ ഒരു പരാതിക്കാരിയെ കൂടി ഇറക്കാനുള്ള പരിപാടിയിലാണ് അത്ര ദുബായിൽ നിന്ന്. കാരണം പിണറായി വിജയന് ഈ പരാതിക്കാരി കാണുന്നു വേണ്ട, പോലീസിന് ഒരു പരാതിക്കാരിയും കാണണ്ട. ഒരു മെയിൽ എവിടുന്നെങ്കിലും വന്നാൽ മതി, ഉഗാണ്ടയെന്നോ അല്ലെങ്കിൽ മറ്റേ മലേഷ്യന്നോ എവിടുന്നെങ്കിലും ഒരു ഇമെയിൽ കണ്ടുവരിക. ഇമെയിൽ വന്നാൽ രാത്രി തന്നെ പാല് പോയി കണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് കണ്ട് ജയിലിടുക. കഴിഞ്ഞു. പരാതിക്കാരി ഉണ്ടോ, എന്താ സംഭവം ഒന്നും കേൾക്കട്ട. പരാതി എവിടുന്നെങ്കിലും ഒരു ഇമെയിൽ കിട്ടിയാൽ ശരി, പിടിച്ച് അകത്തിടുക. കാത്തിരിക്കുകയാണ് 4-ാം പരാതിക്ക്. എന്താണ് അറിഞ്ഞത്? പക്ഷേ PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന CPMന്റെ മുൻ MLA, CPMന്റെ സ്വന്തം സഖാവ്, ആ സ്വന്തം സഖാവ് ഒരു പെൺകുട്ടിയുടെ നവാഗത സംവിധായികയെ, ഏറ്റവും മികച്ചൊരു കലാകാരി, അവരെ കയറി പിടിച്ചു, അവരെ ബലാത്സംഗം ചെയ്തു. അവരിപ്പോ പൊതുസമൂഹത്തിൽ വന്നിരുന്ന് പറയുകയാണ്. ചാനലുകളിലൊക്കെ പറയുന്നു PT കുഞ്ഞുമുഹമ്മദ് നടത്തിയ സ്ത്രീ പീഡനം. എന്നിട്ട് ഇവര് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ട് 14 ദിവസത്തേക്ക് മിണ്ടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കിട്ടിയപ്പോഴാണ് ആരും അറിയാതെ എന്ന് പറയാം മണിക്കൂറുകൾക്കുള്ളിൽ രാത്രി 12:30-1 മണിക്ക് ഹോട്ടലിൽ കയറി പിടിച്ചുകൊണ്ടുപോവുകയാണ്. PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി കിട്ടിയപ്പോ 14 ദിവസത്തേക്ക് മിണ്ടിയില്ല. അവസാനം ഈ പരാതിക്കാരി ഇങ്ങനെ വിളിച്ച് അവസാനം 14 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു FIR ഇട്ടത്. ഉളുപ്പില്ലടോ കാരണഭൂതമേ, ഉളുപ്പില്ലേ? സഖാക്കന്മാർക്ക് എന്ത് തോന്നിയാസും തെമ്മാടിത്തവും ചെയ്യാം അല്ലേ? ചോദിക്കരുത്, മിണ്ടരുതോ? ഇപ്പതാ SFIക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഒരു മാളില് കുടുംബസമേതം പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ SFI ഗുണ്ടകൾ ചേർന്ന് അടിക്കുകയാണ്. നമ്മുടെ നാട് എവിടെ എത്തി? ഇതാണ് മൂപ്പര് പറഞ്ഞത്, പിണറായി പറഞ്ഞത്. വളരെ സമാധാനപരമായ സംസ്ഥാനമാണ് കേരളത്തിലെ, സ്വസ്ഥമായ സമാധാനമായ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. 3 ലക്ഷം കോടിയുടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ നമ്മുടെ വ്യവസായ മന്ത്രിയുടെ വാതിൽക്കൽ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുകയാണ്. അത്രേ, ഒന്ന് അനുമതി തരണം കേരളത്തിൽ, എനിക്ക് 3 ലക്ഷം കോടി. പൂജ്യങ്ങൾ എഴുതിയാൽ തീരില്ല. 3 ലക്ഷം കോടിയുടെ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. കാരണം കേരളം പോലുള്ള സ്ഥലമില്ല. ഇവിടെയാണ് SFI ഗുണ്ടകൾ വന്നിട്ട് ഷോപ്പിങ്ങിന്, നിങ്ങൾ ആലോചിക്കണം, ഒരു ഭാര്യയും കുട്ടികളും സഹിതം ഷോപ്പിങ്ങിന് ഇറങ്ങിയ പോലീസിനെ കേറി കണ്ട് ആക്രമിക്കുകയാണ്, അടിക്കുകയാണ്, വടിവാൾ വീശുകയാണ് SFI ഗുണ്ടകൾ.
എവിടെയെങ്കിലും ഏതെങ്കിലും കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോലീസുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. പോലീസ് മന്ത്രിയായ പിണറായി വിജയന് പ്രശ്നമൊന്നുമില്ല. കാരണം 45 വണ്ടികളുടെ അകമ്പടി, 1000-ഓളം പോലീസുകാര്, ചുറ്റിക്കറങ്ങുന്ന ഹെലികോപ്റ്റർ, പാറ്റൻ ടാങ്ക്, പീരങ്കി ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് മൂപ്പർക്ക് പേടിക്കാറില്ല. പക്ഷേ പാവപ്പെട്ട പോലീസുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഇങ്ങനെ മുടിഞ്ഞു പോയിരുന്ന നാട്ടില് മുടിഞ്ഞു പോകുന്ന ആ രീതിയിലുള്ള ഒരവസരത്തിലാണ് ഈ അയ്യപ്പനെ വീണ്ടും ഇവരെന്ത് ചെയ്യുന്ന അറിയോ? കട്ടുമുടിക്കുന്നത്. അവിടെയാണ് പറയുന്നത്, ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടയ്ക്കാൻ 2 കോടി. വാസവ, തിരിച്ചടയ്ക്കാൻ ഇനിയും 2 കോടിയുണ്ട്. ഇത് മലയാള മനോരമയുടെ റിപ്പോർട്ട്. മലയാള മനോരമയിൽ വന്ന വാർത്ത എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പറയുന്നത് ആരാണെന്നറിയോ? കോടതിയാണ് പറയുന്നത്. കോടതിയിൽ കൊടുത്ത, കമ്മീഷണർ കൊടുത്ത രേഖയിലാണ് പറയുന്നത്. ദേവസ്വത്തിന്റെ തന്നെ റിപ്പോർട്ടിലാണ് പറയുന്നത്. വാസ്തവം പറയുന്നത്, ഈ ദേവസ്വം ഫണ്ടിന്ന് 3 കോടി എടുത്ത് 3 കോടി തിരിച്ചടച്ചതാണ് മൂപ്പര് പറയുന്നത്. പക്ഷെ എടുത്തത് 3 കോടി അല്ലാതെ 5 കോടി എടുത്തു. 5 കോടി നിങ്ങൾ ജനറൽ അക്കൗണ്ടിലേക്ക് മാറ്റി. അതിന്റെ അകത്തു നിന്നാണ് 3 കോടി തിരിച്ചടച്ചത്. ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട് 2 കോടി. എവിടുന്ന്? അദാനി കൊടുക്കുന്നാ പറയുന്നത്. അദാനി കൊടുക്കുമെന്നാ പറയുന്നത്. ഇതാ വാർത്ത ഇങ്ങനെയാണ്. പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും വകമാറ്റിയ തുക മുഴുവൻ തിരിച്ചടച്ചു എന്ന മന്ത്രി വി എൻ വാസവന്റെ വാദം ഗണ്ണിച്ച് ദേവസ്വം ബോർഡിന്റെ തന്നെ വിശദീകരണമാണ്. മന്ത്രി വാസവന്റെ നിലപാടിനെ ഗണ്ണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തന്നെ പറയുകയാണ്, ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും 5 കോടി രൂപ അയ്യപ്പ സംഗമത്തിനായി ആരംഭിച്ച പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും ഇതിൽ സ്പോൺസർഷിപ്പായി കിട്ടിയ 3 കോടി മാത്രമേ ജനറൽ ഫണ്ടിൽ തിരിച്ചടച്ചിട്ടുള്ളൂ എന്നും ബോർഡ് സമ്മതിച്ചു. അപ്പൊ 5 കോടി അങ്ങോട്ട് വകമാറ്റി, അതിൽ 3 കോടിയെ കിട്ടിയുള്ളൂ. അതാണ് തിരിച്ചടച്ചത്. അപ്പൊ 3 കോടി തിരിച്ചടച്ചു. ശരി തന്നെ, 3 കോടി തിരിച്ചടച്ചു. പക്ഷെ ഇനിയും നിങ്ങൾ 2 കോടി തിരിച്ചടയ്ക്കാനുണ്ട്. 2 കോടി രൂപ ദേവസ്വം ഫണ്ടിൽ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും മന്ത്രി ഇത് തുടർന്നും നിഷേധിക്കുകയായിരുന്നു. വാസവൻ ഇവിടെ പറയുന്നത്, എന്നോടൊന്നും ചോദിക്കണ്ട, അതൊക്കെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചാൽ മതിയെന്ന്. മൂപ്പർക്ക് ഒരു ബന്ധുവില്ല അത്രേ. ദേവസ്വം ബോർഡാണ്. എന്നിട്ട് ഉളുപ്പില്ല, മൂപ്പര് ദേവസ്വം മന്ത്രി. ശ്രീകോവിലിന്റെ മുന്നിൽ എല്ലാ ഉത്സവ ദിവസങ്ങളിലും പോയി കണ്ട് ഇങ്ങനെ കുറ്റി നാട്ടിയ പോലെ ഇങ്ങനെ നിൽക്കും. കുമ്പയും താങ്ങി ഇങ്ങനെ നിൽക്കും. ശ്രീകോവിലേക്ക് നോക്കില്ല, തൊഴില്ല, പ്രസാദം വാങ്ങില്ല. ഇമ്മാതിരി ഓരോ മുതലുകൾ. അതാ ഞാൻ പറഞ്ഞത്, വാസവനെ തെറിപ്പിക്കാൻ പോവുകയാണ്. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച വാസവൻ രമേശ് ചെന്നിത്തല കത്ത് നൽകി. ഇതൊക്കെയാണ്. ഇനി ആകെ 2.5 മാസമേ ഉള്ളൂ. തെറിപ്പിച്ചാലും തെറിപ്പിച്ചില്ലെങ്കിലും ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തെറിപ്പിക്കാൻ. വാസവനെ മാത്രമല്ല ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ മുതലുകളെയും തീർക്കും ഇവിടുത്തെ ജനങ്ങൾ കേട്ടോ. PS പ്രശാന്തിനെയും കാരണഭൂതത്തിന്റെ മരുമോനെയും കെട്ടിവെച്ച കാശ് കിട്ടില്ല. ഇവിടുത്തെ ഹൈന്ദവ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഹൈന്ദവ വിഭാഗം മാത്രമല്ലാന്നേ, ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ തോന്നിവാസം. ഓരോരോ ആൾക്കാർ ഇങ്ങനെ പോവുകയാണ്. പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് നിങ്ങൾ നാണം കെടുത്തിയ പ്രേംകുമാർ പാർട്ടി വിടുകയാണ്. കോൺഗ്രസിൽ ചേരാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർ? ഐഷാപ്പറ്റി പോയില്ലേ? പോയി, പ്രേംകുമാർ പോയി. അവസാനം ആരുമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണോ പാർട്ടി തീർന്നത്, ഒരു മെമ്പർ പോലും ഇല്ലാതെ, അല്ലെ, ഒരു നിയമസഭാംഗം പോലും ഇല്ലാതെ കുറ്റിയേറ്റ് പോയില്ലോ. അത് ബംഗാൾ. ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ തുടർച്ചയാണ് ഐഷാപ്പറ്റി, പ്രേംകുമാർ, മറ്റേ ഇടുക്കിയിൽ നിന്ന് S രാജേന്ദ്രൻ. അങ്ങനെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. ഇനി 2.5-3 മാസം ബാക്കി. അതാണ് VD സതീശൻ പറഞ്ഞത്. ഇനിയും വിസ്മയങ്ങൾ സംഭവിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇക്കാര്യത്തിൽ ഇന്നലെ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലെ വിശദീകരണം ഇങ്ങനെ: സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്നത് വൈകിയപ്പോഴാണ് ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ
മതസമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനായി വകയിരുത്തിയിരുന്ന 5 കോടി രൂപ അയ്യപ്പ സംഗമത്തിന് പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അതിൽ നിന്ന് 3 കോടി രൂപ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള IIScക്ക് അഡ്വാൻസ് ആയി നൽകി. കൂടാതെ താമസ സൗകര്യങ്ങൾക്കായി വിവിധ ഹോട്ടലുകൾക്ക് 12.76 ലക്ഷം രൂപയും GST ഇനത്തിൽ 15.25 ലക്ഷം രൂപയും ബോർഡ് നൽകി. ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 2 കോടിയും കേരള ബാങ്കിൽ നിന്ന് 1 കോടിയും സ്പോൺസർഷിപ്പ് ലഭിച്ചത് ബോർഡ് ജനറൽ ഫണ്ടിലേക്ക് തിരികെ നിക്ഷേപിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല. അതാണ് വേറെ തട്ടിപ്പ്. അതായത് അയ്യപ്പ സംഗമം നടത്തിയിട്ട് അത്ര കാലമായിട്ടോ സഖാക്കന്മാരെ നിങ്ങളൊന്ന് കണക്കൂട്ടി. സെപ്റ്റംബറിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. സെപ്റ്റംബർ കഴിഞ്ഞിട്ട് എണ്ണിക്കോ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഇത് ഫെബ്രുവരിയാണ്. 4.5 മാസം. ഹൈക്കോടതി എന്താ പറഞ്ഞറിയോ? ഈ കണക്കുകളൊക്കെ 1.5 മാസത്തിനുള്ളിൽ കണക്കുകളൊക്കെ കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞിരുന്നു. 4.5 മാസം കഴിഞ്ഞു. കണക്കുകളില്ല. എപ്പോഴും കണക്കുകളില്ലാന്നേ. എങ്ങനെ കണക്കുണ്ടാക്കാൻ? കള്ളക്കണക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന്? 600 ആൾക്കാർ പങ്കെടുത്തതിൽ എത്ര ആൾക്കാർ ഭക്ഷണം കഴിച്ചു നമുക്കറിയാം. എന്ന് പറഞ്ഞ ഒരു 10-300 ആള് ഭക്ഷണം കഴിച്ചതിന് 5000 ആൾക്ക് ഭക്ഷണം ചോദിക്കുമ്പോ അതുവഴി വന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ്ട് കൊടുത്തു. മറ്റേ സന്നിധാനത്തേക്ക് വന്ന അയ്യപ്പന്മാരൊക്കെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ തൊഴിലാളികൾക്ക് മുഴുവനും അയ്യപ്പനെയും ഞങ്ങൾ ഊട്ടി എന്ന് പറഞ്ഞില്ലല്ലോ. അത് ഭാഗ്യം. ശബരിമല ശാസ്താവിനെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നും കണ്ട് വെള്ളം അറച്ചും ചോറ് കൊടുത്തോ എന്ന് പറഞ്ഞില്ലല്ലോ കാരണഭൂതം എന്ന് നമുക്ക് സമാധാനിക്കും കേട്ടോ. ഇങ്ങനെ തീവട്ടിക്കൊള്ള നമ്മൾ ഒരുപാട് കൊള്ളക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതാ ഇനി 9-ാം പേജിൽ അയ്യപ്പ സംഗമം ക്രമക്കേടിനും ധൂർത്തിനും ബോർഡിന് വിശദീകരണമില്ല. വഴിയെല്ലാം ഓഡിറ്ററിന്. ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തത് ഓഡിറ്റർക്ക് കിട്ടിയ ബില്ലുകളും ഓഡിറ്റർക്ക് കിട്ടിയ കണക്കുകളും വെച്ചിട്ടാണ് ഓഡിറ്റ് രേഖ ഉണ്ടാക്കിയത്. ഈ ഓഡിറ്റർ അല്ല ഹൈക്കോടതി കൊടുത്തത്. ഇവരൊക്കെ പറയുന്നത് കേട്ടായിരിക്കും ഏതോ ഒരു ഓഡിറ്റർ ഇതൊക്കെ ഓഡിറ്റ് നടത്തിയിട്ട് ആ ഓഡിറ്റർ പോയി കണ്ടത് ഹൈക്കോടതി കൊടുത്തു എന്നല്ല. ഓഡിറ്ററെ നിയമിക്കുന്നതാര്? ഏതാ? വിജയൻ അസോസിയേറ്റ്സ് എന്നിട്ട് പറഞ്ഞ വിജയൻ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഓഡിറ്ററെ ചുമതലപ്പെടുത്തുന്നത് ദേവസ്വം ബോർഡ്. ആ ഓഡിറ്റർക്ക് കണക്കുകളൊക്കെ കൊടുക്കുന്നത് ദേവസ്വം ബോർഡ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് വാങ്ങുന്നു. 4.5 മാസത്തിന്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. എന്നിട്ട് ഇത് ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്നു ദേവസ്വം കമ്മീഷണർ. ഇപ്പം പറയാണ് ഞങ്ങൾ അറിയില്ല അത് എന്തല്ലോ ആരൊക്കെയോ കൊടുത്തതാണ്. എന്തത് വെള്ളരിക്കാൻ പറ്റണം? 1.11 ലക്ഷം രൂപയുടെ കട്ടിലിട്ടത് ദേവസ്വം ബോർഡ് ഓഫീസിൽ വാങ്ങിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നത് ദുഷ്പ്രചാരണം. ദേവസ്വം ബോർഡ് പറയാണ് ദുഷ്പ്രചാരണമാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടല്ല എന്ന്. പക്ഷെ കിടന്നത് മുഖ്യമന്ത്രി കേട്ടോ. ആ കട്ടിലിൽ കിടന്നത് മുഖ്യമന്ത്രിയാണ്. ആ കാർപ്പറ്റിൽ ചവിട്ടിയത് മുഖ്യമന്ത്രിയാണ്. ആ സോഫ കമ്പറ്റിൽ ഇരുന്നും കിടന്നും ഉരുണ്ടതും മുഖ്യമന്ത്രിയാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങളിങ്ങനെ ദേവസ്വത്തിന്റെ ആ ഗസ്റ്റ് ഹൗസ് നിന്ന് നവീകരിച്ച ആളാ. എടോ, നവീകരിക്കാൻ വേറെ ഫണ്ട് ഉണ്ടോ? ഈ അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ട് എടുത്തിട്ടല്ല നവീകരിക്കല്. അതെന്തെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ 1.11 ലക്ഷം രൂപയുടെ കട്ടിലിട്ടത് ദേവസ്വം ബോർഡിന്റെ പമ്പ മരാമത്ത് ഓഫീസിൽ. കേട്ടായിരിക്കും മരാമത്ത് ഓഫീസിലാണെന്ന്. ഈ സ്ഥലത്താണ് മൂപ്പര് കടന്നത്. ഈ ഗസ്റ്റ് ഹൗസിൽ. ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി പള്ളി ഉറങ്ങിയത്, ഈ കട്ടിലിൽ. അപ്പം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് 1.11 ലക്ഷത്തിന്റെ കട്ടിലും കിടക്കും വാങ്ങി എന്നുള്ളത് തെറ്റായ വാർത്തയല്ല, ശരിയായ വാർത്തയാണ്. ഇനി പി എസ് പ്രശാന്തിന്റെ വിശദീകരണമുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് ബോർഡ് ആദ്യം കാണണമായിരുന്നു. എന്തേ കാണാഞ്ഞത്? ആദ്യം കാണണമായിരുന്നു. അടിമുടി വിവാദത്തിലായ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പരിപാടിയുടെ മുഖ്യ ചുമതലക്കാരനായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിക്കുന്നു. അല്ല, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാടി എന്ന് പറയുന്ന പഴയ രീതിയിലാണ് ചോദിക്കുന്നതിനെന്നല്ല മുപ്പര് ഉത്തരം പറയുന്നത്. ധനവിനിയോഗം സംബന്ധിച്ച് അടിമുടി ക്രമക്കേടുകളാണ് സ്വകാര്യ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ കോടതിക്ക് മുന്നിലെത്തുന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതും ബോർഡ് വിലയിരുത്തേണ്ടതുമാണ്. ദേവസ്വം കമ്മീഷണറും അക്കൗണ്ടന്റ് ഓഫീസറും ഉൾപ്പെടെയുള്ളവർ ഇതിൽ വേണ്ടത്ര പരിശോധന നടത്തിയോ എന്ന് സംശയമുണ്ട്. ഇവരൊക്കെ പിന്നെ എന്തിനായിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട്? ഉദ്യോഗസ്ഥർ ഇതൊക്കെ ചെയ്തോ എന്ന് സംശയമുണ്ട്. ഇത് 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, കോടതി 1.5 മാസത്തിനുള്ളിൽ സമർപ്പിക്കണം പറഞ്ഞു. ആ 1.5 മാസം പറ്റിയില്ല. ശരി,
1.5 മാസം, 2.5 മാസം, 3.5 മാസം, 4.5 മാസം. ഒന്ന് ആലോചിച്ചോട്ടെ, ഒരു അയ്യപ്പ സംഗമം നടന്നതിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ 4.5 മാസമായിട്ടും പറ്റിയില്ല എന്ന് വെച്ചാൽ ഇവരുടെ കള്ളത്തിൽ എത്രമാത്രമാണ്? ഇവരിപ്പോ 6 കോടി 7 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 6 കോടി 7 കോടിയില് ഒരു 75% പലരുടെയും പോക്കറ്റിൽ പോയി. ഇതിങ്ങനെ തമാശ പറഞ്ഞ കാര്യമില്ല കേട്ടോ. ആരൊക്കെയാണോ അയ്യപ്പന്റെ സ്വത്ത് കട്ടത്, ആരൊക്കെയാണോ അയ്യപ്പന്റെ പണം കട്ടത്? അയ്യപ്പന്റെ പണം എന്ന് പറഞ്ഞാൽ ആരുടെ പണമാണ്? ഭക്തന്മാരുടെ പണം. തൈക്കണ്ടി തറവാട്ടിൽ നിന്ന് എടുത്ത പണമല്ല, മരുമോന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല, വാസവന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല, പ്രശാന്തിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല. ഇവിടുത്തെ ഭക്തന്മാർ അല്ലേ, സ്വന്തം മക്കൾക്ക്, വിശന്ന് കരയുന്ന മക്കൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും വാങ്ങാതെ ആ പണമൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഭഗവാൻ അർപ്പിക്കുന്ന എന്താ പറയാ ഭക്തന്മാരല്ലേ, അവര് കൊടുക്കുന്ന നേർച്ചപ്പണം. ആ പണമാണ് ഉളുപ്പില്ലാതെ കൈയിട്ട് വാരി നക്കിയത്. എന്നിട്ട് ഞെളിഞ്ഞിരുന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ബോർഡ് പ്രസിഡന്റ് പറയുന്നു അതൊക്കെ ഉദ്യോഗസ്ഥന്മാര്. ഈ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ചപ്പോഴും ഇവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, അതൊക്കെ ഉദ്യോഗസ്ഥന്മാര്. പക്ഷെ ഉള്ളിൽ കിടക്കുന്നത് ആര്? പത്മകുമാർ അല്ലേ, വാസു പക്ഷെ പുറത്തിറങ്ങി. ജീവിത പത്മകുമാറും പുറത്തിറങ്ങും എന്ന് പറഞ്ഞ കള്ളന്മാരെ, കൊള്ളക്കാരെ, ഗുണ്ടകളെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സർക്കാർ. ജയിലിലെത്തിപ്പെട്ടാൽ പരമസുഖം. ഏറ്റവും കൂടുതൽ വേതനം ആശാവർക്കർമാർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി തുക, ഇവിടുത്തെ MBBS ഡോക്ടർമാർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ, എഞ്ചിനീയർമാർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അതിനേക്കാൾ കൂടിയ തുക. നിങ്ങൾ ജയിലിൽ പോയാൽ, ഒരാളെ കൊന്നുപോയാൽ നിങ്ങൾക്ക് അവിടെയും ശമ്പളം. പിണറായി വിജയന്റെ എന്താ പറയാ അനുഗ്രഹമാണ്. എവിടെ കൊള്ളക്കാരുണ്ടോ, എവിടെ അഴിമതിക്കാരുണ്ടോ, എവിടെ കൊലപാതകികളുണ്ടോ ഞങ്ങൾ സംരക്ഷിക്കും. കുഞ്ഞനന്തേട്ടാ എന്നും വിളിച്ച് ശൈലജ ടീച്ചറുടെ ഒരു കരച്ചിലുണ്ടല്ലോ. TP ചന്ദ്രശേഖരൻ 51 വെട്ടിക്കൊട്ടി കൊന്നിട്ട് കോടതി ജീവപര്യന്തം ശിക്ഷിച്ച കുഞ്ഞനന്തേട്ടാ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്ന സഖാക്കന്മാരും സഖാത്തികളും എങ്ങനെ നന്നാവാനാണ്? ഒറ്റ സമാധാനം. 2.5 മാസം, 3 മാസം, ഏറിയാൽ 3 മാസം. അത് കഴിഞ്ഞാൽ തീരുന്നു നിങ്ങളുടെ കൊള്ള കേട്ടോ. അത്രയുള്ളൂ. എന്നും എല്ലാ കാലത്തും ഇങ്ങനെ കൊള്ളയടിച്ച് നശിപ്പിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങൾ അവരുടെ ചൂണ്ടുവിരൽ ഉയർത്തും. അതോടെ കടക്ക് പുറത്ത് മാറി നിൽക്ക്. ഏറ്റവും അവസാനം കാരണഭൂതം പറഞ്ഞ അങ്ങനെയായിരുന്നല്ലോ, മാറി നിൽക്ക്. ആരോട്? ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഖാത്തി പെൺകുട്ടി വന്നതാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം അല്ലേ, ആതിര എന്ന് പേരായ ഒരു പുതുമുറക്കാരി. പിണറായിയോടുള്ള ആരാധന കൊണ്ട് സഖാവിനോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ മാറി നിൽക്ക് എന്നായിരുന്നു കണ്ണുരുട്ടി പറഞ്ഞത്. അവസാനം ആ പെൺകുട്ടിയോട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ എന്തോ നിവേദനം കൊടുക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ മതി. കാരണം കാരണഭൂതത്തെ നമുക്ക് 3-ാം തവണയും അവതരിപ്പിക്കേണ്ടതാണ്. കാരണഭൂതം അങ്ങനെ മാറി നിൽക്കുക എന്നൊന്നും പറഞ്ഞത് പബ്ലിക് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എന്തോ നിവേദനം കൊടുക്കാൻ വേണ്ടി പോയതാണ്. നിവേദനം കൊടുക്കാൻ എങ്ങനെയാണോ പോവുക? ഈ ഫോണും കാട്ടിയിട്ടാണോ നിവേദനം കൊടുക്കാൻ പോകല്? പാവം പെൺകുട്ടിയെ പറഞ്ഞു പേടിപ്പിച്ചു, കണ്ണുരുട്ടി പേടിപ്പിച്ചു. അങ്ങനെയാണല്ലോ ഇവര് ആൾക്കാരെ പേടിപ്പിച്ച് ഒരു പേടിയും ചെലവാകില്ല. അന്തം കമ്പികളെ, നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു കേട്ടോ, കാലം കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.